അപ്പൊ ഈ വെഞ്ഞാറമ്മൂട് കേസിനെ പറ്റിയിട്ട് അറിയാവോ? ഒരു കൊച്ച് ഒരുപാട് പേര് കൊന്നത് അതുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോ തോന്നുന്നു. അപ്പോ ഇപ്പൊ മിക്ക പിള്ളേരും ഡ്രഗ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നശിക്കുന്ന ഒരു തലമുറ ആയി മാറുന്നു എന്ന രീതിയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്നോർത്താൽ ശരിക്കും പറഞ്ഞാൽ ശക്തമായ നിയമ നടപടികൾ കൊണ്ട് നമുക്ക് നിർത്താവുന്ന കാര്യമുള്ളൂ. കാരണം നമുക്ക് ഇപ്പം മദ്യം വിൽക്കുന്നുണ്ട്, അതിൻ്റെ കമ്പനി അവർ നിർത്തുന്നില്ല, കമ്പനിയെ നിർത്താൻ പറ്റുന്നില്ല, പക്ഷെ മദ്യം ഹാനികരമാണെന്ന് മാത്രം എഴുതി വെക്കുന്നു. അപ്പോൾ ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്, എന്നാൽ കമ്പനി നിർത്തുന്നത്. കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ നിർത്താവുന്ന കാര്യമുള്ളൂ. മനസ്സിലായോ? അപ്പം ഇതുപോലെ തന്നെയാണ് ഓരോ സോഴ്സിനും നിർത്തുന്നതിന്റെ ലിമിറ്റേഷൻസ് ആണ്. നമുക്ക് ഈ ഒഴുകി വരുന്നതിന് തടയിട്ട് വെക്കാനും നമുക്ക് പറ്റുന്നുള്ളൂ. എവിടുന്നാണ് ഒഴുകുന്നത് അത് തടയാൻ നമുക്ക് സാധിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ആ തടയുന്നത് സ്ട്രോങ് ആക്കുക, അതാ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം പൂർണ്ണമായിട്ട് നിരോധിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളെല്ലാവർക്കും മനസ്സിലായത് പൂർണ്ണമായിട്ട് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് നിർത്തിയാൽ അതിലും വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവന്നെത്തി. കാരണം ഒരുവിധം സ്പ്രെഡായിപ്പോയി, എല്ലായിടത്തും സ്പ്രെഡായിപ്പോയി. അപ്പോൾ അതിനെ ഇനി സ്ട്രോങ് ആയിട്ട് നിയമസംഹിതകൾ കൊണ്ടും നമ്മുടെ സമൂഹത്തിൻ്റെതായ എന്താ പറയുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും കൂടെ ഇനി അതിനെ നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല. അത് കാലേ തുഴഞ്ഞാൽ കരക്കണേ. ഓരോ വ്യക്തികളും തീരുമാനിക്കണം, നമ്മളിത് വേണ്ട, നമ്മൾ തെറ്റാണ് എന്ന് മനസ്സുറച്ച് ചിന്തിച്ചാൽ എത്തിവരും. ഇത്രയായിട്ട്